ഹലോ ഫ്രണ്ട്സ്, ലിലീസ് ഓഫ് ദ വാലിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഡ്രീം വെക്കേഷൻ പ്ലേസായ സ്വിറ്റ്സർലൻഡിലാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സ്വിറ്റ്സർലൻഡിൽ എത്തിച്ചേരുക, ഒന്ന് അടിച്ചു പൊളിക്കുക എന്നുള്ളത്. ഇപ്പം ഈ സമ്മറിലാണ് ഞങ്ങൾക്കതിനുള്ള സമയമായത്. ഞങ്ങളിപ്പം നിൽക്കുന്നത് എൻ്റെ ഈ പുറകെ കാണുന്നതാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു വെള്ളച്ചാട്ടങ്ങളിലൊന്നായ റൈന ഫാൾസ്. ഞങ്ങൾ ഇന്നലെ തന്നെ വോൾസ്ബർഗിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ച് ഞങ്ങൾ ജർമ്മനിയുടെ ബോർഡറിലുള്ള റൈനഫാൾ എങ്ങൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സ്റ്റേ ചെയ്തത്, അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ അവിടെ നിന്ന് ഏർലി മോർണിംഗിൽ അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. അവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റേഴ്സാണ് ഈ റൈന ഫാൾസിലേക്കുള്ള ദൂരം. ഇവിടെ നിന്ന് തന്നെ സ്വിസ്സിലെ കാഴ്ചകൾ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഒരു ബോട്ട് ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ചെയ്തു. ഏകദേശം 70 സ്വിസ് ഫ്രാങ്കാണ് അതിൻ്റെ ഫീസ് ആകുന്നത് ഫാമിലി ടിക്കറ്റിന്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ അവർ ബോട്ടിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുചെല്ലും. എന്നിട്ട് അവിടെ ഒരു റോക്കുണ്ട്, അവിടെ കയറി നിന്ന് നമുക്ക് അതിൻ്റെ മനോഹാരിത ആസ്വദിച്ച് തിരിച്ചു പോരാം. എനിവേ, ഈ തവണയും ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ കൂട്ടുകാരും ഉണ്ട്. അവർ മക്കളൊക്കെ ആയിട്ട് അവിടെ അപ്പുറം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യൂറോപ്പിലെ ഏറ്റവും ശക്തമായതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നതുമായ ഒരു വെള്ളച്ചാട്ടമാണ് റൈൻ ഫാൾസ്. പിന്നെ ഇവിടെ നല്ല പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 2 സൈഡിലായിട്ടും വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും അതുപോലെ ബസ് സ്റ്റേഷനും ഒക്കെ തൊട്ടടുത്തായതുകൊണ്ടും പിന്നെ നമ്മുടെ ജർമ്മനിയിൽ നിന്നും ഒത്തിരി ദൂരത്തല്ലാത്തത്, അതായത് സ്വിറ്റ്സർലൻഡിലാണെങ്കിലും 30 കിലോമീറ്റേഴ്സേ ഉള്ളൂ നമുക്ക് ജർമ്മൻ ബോർഡറിൽ നിന്നും അങ്ങോട്ടേക്കുള്ള ദൂരം. അതുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് സമ്മർ സീസൺ ആകുമ്പോഴത്തേനും വാട്ടർഫോളിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ എത്താറുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ കുറേ പേര് പോയിട്ടുണ്ട്. പിന്നെ ഒരു സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റുകൾ പല സൈറ്റുകളിൽ നിന്നും ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ റോക്ക് ടൂർ എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തുള്ള അവിടെ ഒരു ചെറിയ ഒരു പാർക്കിംഗ് ഒരു ബോട്ട് അവിടെ എത്തിക്കുകയും അവിടെ നമ്മൾക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറിപ്പോയിട്ട് ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു 360 ഡിഗ്രി ആംഗിളിലുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും. അതൊരു ഭയങ്കര രസമുള്ള സംഭവമാണ്. അപ്പോൾ ആ ടിക്കറ്റ് തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് പെർ പേഴ്സൺ ഏകദേശം 22 സ്വിസ് ഫ്രാങ്കാണ് ആകുന്നത്. അത് നോർമൽ പ്രൈസിലും കുറച്ച് കൂടുതലാണെങ്കിലും അതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ബ്രിഡ്ജും അതുപോലെ തന്നെ അതായത് റൈൻഫാൾ ബ്രിഡ്ജും തൊട്ടടുത്തുള്ള കാസിലും ഒക്കെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കാണുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മളെ ബോട്ടിൽ അവർ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലോട്ട് കൊണ്ടുപോയിട്ട് അതിനെ ഇങ്ങനെ കാണിച്ച് വട്ടത്തിൽ എല്ലാം കാണിച്ച് തിരിച്ചു കൊണ്ടുവരിക. പക്ഷേ ഈ റോക്ക് ടൂർ എടുത്താലും ഇതുപോലെ തന്നെയാണ്. 15 മിനിറ്റ്സ് നമുക്ക് അവിടെ ചിലവഴിക്കാൻ പറ്റും. പിന്നെ തിരിച്ചിറങ്ങി വന്നിട്ട് അവർ തിരിച്ചുള്ള യാത്രയും ഇതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് നമ്മുടെ ബോട്ടങ്ങ് എത്തിക്കും. നമ്മൾ ശരിക്കും ഒന്ന് പേടിച്ചു പോകും ഇങ്ങനെ ആടി ഉലയുന്ന ബോട്ടിലിരിക്കുമ്പോൾ. പക്ഷേ നല്ല ഒരു അനുഭവമായിരിക്കും അത്. പിള്ളേരും ഞങ്ങളും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് കുറേ നേരം കൂടിയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സമയം അധികം ഇല്ലാത്തത് കൊണ്ടും അവർ 15 മിനിറ്റ്സിൽ ഇങ്ങനെ ബോട്ടുകാർ വരുന്നു. പിന്നെ അവർക്ക് ചെറിയ പാതയാണ്, അതുകൊണ്ട് മുകളിൽ പോയിട്ട് അധിക സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. അതുകൊണ്ട് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും തിരിച്ച് ബോട്ടിലേക്ക് ഇറങ്ങി.
റൈൻ ഫാൾസിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഈ ഇസൽറ്റ് വാൾഡ്. ശരിക്കും പറഞ്ഞാൽ ബ്രീൻസ് തടാകത്തിൻ്റെ തീരത്തുള്ള ഒരു കൊച്ചു നഗരം അല്ലെങ്കിൽ കൊച്ചു ഗ്രാമം. അവിടെയും നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. നമുക്ക് അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്, ടോയ്ലറ്റിങ്ങും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് ഈ തടാകത്തിൻ്റെ തീരത്തുകൂടി ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു. വളരെ രസമാണ്. വീടുകളൊക്കെ നല്ല അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഓരോ വീടും അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. നമുക്കൊരു പ്രത്യേക വൈബ് അതിൽ കൂടി നടക്കുമ്പോൾ തന്നെ. ഞങ്ങൾ അതിൽ കൂടി നടന്ന് അതിൻ്റെ തീരങ്ങളൊക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. ഞങ്ങൾക്ക് ഏകദേശം 230 കിലോമീറ്റേഴ്സ് ഇനി പോകണം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ യാത്രയിലെ ഈ ചെറിയ ഗ്രാമം കാണാനും ആസ്വദിക്കാനും ഒക്കെ. ആൻഡേഴ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സിറ്റിയിലായിരുന്നു ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. കുട്ടികൾക്കൊക്കെ അവരുടെ റൂംസൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം അവർക്ക് റൂമിലിരുന്ന് കളിക്കാൻ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്താണേലും വളരെ ഹാപ്പിയായി. അതുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മനോഹരത ഉള്ള ആൽപ്സ് പർവ്വതത്തിന് മുകളിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഞങ്ങൾ കേബിൾ കാറിന് ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റോപ്പാണ്. ഇത് 3020 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. മൗണ്ട് ടിൽറ്റിസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ മിഡിൽ ഓഫ് ദ ആൽപ്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞ് പെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, സമ്മറായിട്ട് കൂടി. എങ്കിലും ഇതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് കാഴ്ചകൾ കൂടിയുണ്ട്. ഒരു മഞ്ഞ് ഗ്ലേഷ്യറീസിനിടയിൽ കൂടിയുള്ളൊരു യാത്രയും ഒക്കെയുണ്ട്. അതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഏകദേശം 2 hours യാത്രയുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്.
പിന്നെ ടിക്കറ്റൊക്കെ ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത്. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്വിസ് ഹാഫ് പ്രൈസ് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. അതിന് ഏകദേശം അഡൽറ്റിന് 120 സ്വിസ് ഫ്രാങ്ക് ആണ് ആകുന്നത്. അപ്പം 2 പേർക്കും 240 സ്വിസ് ഫ്രാങ്ക് ആകും. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ആ ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചില പ്രത്യേക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് അതിന്. അതായത് ഇവിടെ ഇപ്പോൾ കേബിൾ കാർ സർവീസിന് നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഡൽറ്റിന് ഒരു 244 സ്വിസ് ഫ്രാങ്ക് ആകും. അതൊരു ഹൈ പ്രൈസ് ആണല്ലോ. അപ്പം നമ്മുടെ കയ്യിൽ ഈ സ്വിസ് ഹാഫ് പ്രൈസ് ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അഡൽറ്റിന് 120 യൂറോയും കിഡ്സിന് 60 യൂറോയും 60 സ്വിസ് ഫ്രാങ്കുവേ ആകത്തുള്ളൂ. അതൊരു നല്ല ഓപ്ഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ അങ്ങനെയാണ് എടുത്തത്. അപ്പം അങ്ങനെ ഞങ്ങൾ 2 ഫാമിലി ആയിട്ട് ടിൻ്റമ്മയും മനുച്ചേട്ടനും ഒക്കെ നേരത്തെ വന്നായിരുന്നു. അവരും നമ്മളും കൂടി ഒരുമിച്ച് വന്നിട്ട് കേബിൾ കാറിൽ യാത്ര തിരിച്ചു. പിന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ഒരു ബറഫ്റ്റസ് ഗാർഡനിൽ ഒരു ട്രിപ്പ് പോയപ്പോഴും ഇങ്ങനെ കേബിൾ കാറിൽ കയറിയ ഒരു പരിചയം ഉള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നില്ല മക്കൾ. അവർക്ക് ഓൾറെഡി അറിയായിരുന്നു. പിന്നെ ഇതിന് 2 സ്റ്റേഷനാണുള്ളത്. നമ്മൾ പകുതി എത്തുമ്പോഴത്തേനും അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു കേബിൾ കാറിൽ കയറിയിട്ട് വേണം യാത്ര തുടരാനായിട്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം താഴെയൊക്കെ ഇങ്ങനെ പശുക്കളൊക്കെ ഈ പുല്ല് ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നതും. പിന്നെ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നമ്മുടെ ഷാരൂഖിനെയും കാജോളിനെയും ഒക്കെ കണ്ടത്. അവരുടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റും നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒരു ക്ലിഫ് വോക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ മഞ്ഞിക്കൂടി തന്നെ നടക്കാം. നല്ല തണുപ്പായിരുന്നു അവിടെ. 0 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലേക്ക് പോകുമ്പോഴല്ലെങ്കിൽ മൗണ്ട് ഇറ്റ്ലീസ് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് ജാക്കറ്റൊക്കെ എടുക്കണമെന്ന്. അറിയാലോ ഈ സമയം നമുക്കിവിടെ സമ്മറാണ് എങ്കിൽ കൂടി ആൽപ്സ് കയറാൻ പോകുമ്പോൾ നമ്മൾ ജാക്കറ്റ് എടുത്തേ പറ്റുള്ളൂ. മുകളിൽ ചെന്നപ്പോഴാണ് ആ തണുപ്പിൻ്റെ എന്താ പറയുക ആധിക്യം നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളൊരു ക്ലിഫ് വോക്ക് നടത്തി. ശരിക്കും പറഞ്ഞാൽ ഈ കോടമഞ്ഞും അല്ലെങ്കിൽ ഈ മഞ്ഞുവീഴ്ചയൊക്കെ കാരണം ശരിക്കുമുള്ള ആ കാഴ്ച നമുക്കങ്ങ് കാണാനായിട്ട് പറ്റിയില്ല. എങ്കിലും നമ്മൾക്ക് ശരിക്കും ഒരു സണ്ണി ഡേ ആയിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഇതിപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. അവിടുത്തെ വേറൊരു കാഴ്ചയായിരുന്നു, അവിടെ എത്തുന്നവരെല്ലാവരും അവിടുത്തെ വോളിൽ പേരെഴുതി വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഒരു പേനയൊക്കെ സംഘടിപ്പിച്ച് പറ്റുന്ന പോലെ പേരൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. മലയാളത്തിലുള്ള പേരുകൾ കുറച്ച് പേരുകളൊക്കെ ഞങ്ങൾ കണ്ടു. ഞാൻ അറഞ്ചം പുറഞ്ചം പറ്റുന്നിടത്തൊക്കെ പേരൊക്കെ എഴുതി വെച്ചു. ചുമ്മാ ഒരു രസം. അവിടുന്ന് മറ്റൊരു സൈഡിലായിട്ടാണ് ഈ ഗ്ലേഷ്യർ കേവ് ഉള്ളത്. അത് നല്ല രസം. അതിൽ കൂടെയുള്ളൊരു യാത്ര നമ്മൾ ശരിക്കും ഒരു മഞ്ഞ് ഗുഹയിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ്. അവർ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം അത്തരം ഒരു പെട്ടെന്ന് നമ്മൾ ഓർക്കും അവിടെ നമ്മൾ തെന്നി വീഴുമോ എന്ന് ആലോചിച്ച് ഞാൻ വളരെ സൂക്ഷിച്ചാണ് പോയത്. പക്ഷേ അവിടെ അത്ര വലിയ തെന്നലൊന്നുമില്ല. അവരത് നമ്മൾ പെട്ടെന്ന് നോക്കിയത് മഞ്ഞ് മാത്രമാണ് എന്ന് തോന്നുമെങ്കിലും അത് അത്ര മഞ്ഞുകട്ടകളൊന്നുമല്ല. ആ രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ കാണാൻ നല്ല രസവും അതിൽ കൂടിയുള്ളൊരു യാത്രയൊക്കെ.
പ്രീൻസ് തടാകത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ വാട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടർക്കിഷ് കളർ വാട്ടറാണ് ഇവിടുത്തെ. അതായത് ചുണ്ണാമ്പ് കല്ലുകളാണ് ഇവിടുത്തെ താഴഭാഗങ്ങളിലെല്ലാം. അതുകൊണ്ട് ഈ ഒഴുകി വരുന്ന വെള്ളത്തിന് ഒരു പച്ച കളറാണ്. അത് നമ്മൾ വീഡിയോയിലും അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണുന്നതിലും വളരെ മനോഹരമാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. നമ്മൾ ആ വെള്ളവും ഈ ഒരു വാലിയും അതുപോലെ തന്നെ വീടുകളും എല്ലാം മലനിരകളും എല്ലാം കാണാനായിട്ട് പിള്ളേർക്ക് ഞങ്ങളവിടെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. പക്ഷേ മക്കൾക്കൊക്കെ അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു. അത്ര ബ്യൂട്ടിഫുള്ളാണ് ആ ഏരിയ ഒക്കെ കാണാനായിട്ട്. I work like got vision I don't need to see. I'm picking mind over matter, I believe in me. I need to find more hours in the day to breathe. Need to find more power in the way I be. And when my mind turns out with the pain. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ആരേഷ്ലുഹ്റ്റ് എന്ന് പറയുന്ന മലയിടുക്കിൽ എത്തിച്ചേർന്നു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരേ നദിയാണ് ഇതിലൂടെ ഒഴുകുന്നത്. വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെയാണ് ഇതിൻ്റെ ഒഴുക്ക്. ഏകദേശം 50 മീറ്റർ ഉയരമുള്ള വലിയ പാറയിടുക്കുകളാണ്. അതിൽ ഇത് നദി ചില സ്ഥലങ്ങളിലൊക്കെ വളരെ നാരോ ആയിട്ട് 1 മീറ്റർ ആണുള്ളത്. ചില സ്ഥലങ്ങളിൽ അത് 30 മീറ്ററോളം വീതിയുണ്ട് ഇതിന്. ഇതിലും ഇതിൻ്റെ ഈ നദിയുടെ തീരത്ത് അല്ലെങ്കിൽ ആ തീരത്ത് കൂടി ഒരു പ്രത്യേക പാത ഇവർ നിർമ്മിച്ചിരിക്കുകയാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അതായത് ലോഹം കൊണ്ടുള്ള ഫ്രെയിമും അതിൽ ഇങ്ങനെ മരം കൊണ്ട് അല്ലെങ്കിൽ തടി ഇങ്ങനെ പാകിയിരിക്കുകയാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഇതിലേക്കൂടി അങ്ങനെ ഈ സൈഡിൽ കൂടി നടന്ന് ഈ നദിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. അതായത് 50 മീറ്ററോളം ഉയരമുള്ള വലിയ പാറക്കൂട്ടങ്ങളാണ്. അപ്പം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇടുങ്ങിയതും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല രസമാണ് ഇതിലേക്കൂടി നടന്ന് ഇങ്ങനെ ഈ കാഴ്ചകൾ കണ്ട് പോകാനായിട്ട്. പിന്നെ വെള്ളത്തിനൊക്കെ ചുണ്ണാമ്പ് കല്ലുകളാണ് ഇതിൻ്റെ അടിഭാഗങ്ങളിലൊക്കെ. അതുകൊണ്ട് ഇതിലേക്കൂടി ഒഴുകുന്ന വെള്ളത്തിന് പച്ച കളറാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനും എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അഡൽട്ട്സിന് ഏകദേശം 20 സ്വിസ് ഫ്രാങ്കും ചിൽഡ്രന് 14 ആകുന്നത്. പക്ഷേ ഒരു വർക്കായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് വർക്കാനൊക്കെ പറഞ്ഞിങ്ങനെ പോകാം. പിന്നെ നമ്മൾ വന്ന സമയത്ത് മഴയായതുകൊണ്ട് ഒരു ചെറിയ ഡിസ്കംഫോർട്ട് ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ കയ്യിൽ കുടയൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല പാട്ടുപാടി നല്ല രസിച്ച് ഇങ്ങനെ പോകുമായിരുന്നു. ഒരു നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ നമുക്കിങ്ങനെ ആസ്വദിച്ച് നടന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇന്നത്തെ നമ്മുടെ പ്രധാന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രീൻസ് റോക്കോൺ വാനിൽ കൂടിയുള്ള ഒരു യാത്രയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് അപ്പാർട്ട്മെൻറ്റിന് ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. നമ്മൾ ടിക്കറ്റൊക്കെ ഓൺലൈനായിട്ട് തന്നെയാണ് ബുക്ക് ചെയ്തത്. ഇതിനും നമുക്ക് സ്വിസ്സിൻ്റെ ഹാഫ് ഫെയർ കാർഡിൽ നമുക്ക് റിഡക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. നോർമലി അതിന് ഒരുമാതിരി നല്ല പ്രൈസാണ് ആകുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഈ ഹാഫ് ഫെയർ കാർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏകദേശം 120 സ്വിസ് ഫ്രാങ്കൊക്കെ ആകുന്നത്. പിന്നെ സീറ്റ് റിസർവേഷനും പ്രത്യേകിച്ച് കൊടുക്കണം. എന്നാലും ഇത്തിരി റേറ്റ് കൂടുതലാണെങ്കിൽ കൂടി ഈ യാത്ര ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. ഞങ്ങൾ മിസ്സാകും എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കൂടി ഞങ്ങളത് ടിക്കറ്റൊക്കെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത്
ചെയ്ത് റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പാർക്ക് ചെയ്തിട്ട് ട്രെയിനിൽ കയറി. അങ്ങനെ ഇത് നമ്മുടെ സ്വിച്ചിലെ ഇപ്പം ഉള്ള സ്റ്റീം എൻജിൻ, അതായത് ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റീം എൻജിൻ റൈഡാണ്. ഏകദേശം 7.6 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ യാത്രയുള്ളത്. ഒരു സൈഡിലേക്ക് 1 അവർ എടുക്കും ഈ യാത്ര മുകളിൽ എത്തിച്ചേരാനായിട്ട്. അത് എല്ലാവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഇത് ഭയങ്കര സ്ലോവിൽ, ഇത് സ്റ്റീം എൻജിൻ ആയതുകൊണ്ട് ഇതിങ്ങനെ കുടുന്ന് വെച്ചോണ്ട് പയ്യെ എന്നാൽ ഈ താഴ്വരകളിൽ കൂടിയുള്ള ഈ യാത്ര ഭയങ്കര രസമായിട്ട്. എന്നിട്ട് ഇതിനൊരു ഹാഫ് വേയിൽ നമുക്കൊരു സ്റ്റോപ്പ് ഉണ്ട്. അതിന് പ്ലാനാൽപ്പ് എന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ പ്ലാനാൽപ്പിൽ പോയിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് വേറെ വരുന്ന ട്രെയിനിൽ കയറി തിരിച്ചു പോരാം. അതല്ല നമുക്കതിൻ്റെ ടോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ ടോപ്പിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോരാൻ പറ്റും. പിന്നെ കുറേ ആളുകളൊക്കെ പ്ലാനാൽപ്പിൽ ഇറങ്ങിയിട്ട് ഹൈക്ക് ചെയ്ത് പോകുന്ന വഴികളും ഉണ്ട്. എന്താണേലും നമ്മളിങ്ങനെ ഈ മലയോര കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോവാം. ഇതിൻ്റെ പോകുന്ന വഴിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ 5 തുരങ്കങ്ങൾ വരുന്നുണ്ട്. ആ തുരങ്കങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര സൗണ്ടായത് തുരങ്കത്തിൽ കൂടി ഇങ്ങനെ പോകുന്നത്. പിന്നെ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാം വേറെ ട്രെയിൻ, ആദ്യം പോയ ട്രെയിൻ ഇറങ്ങി വരുന്നത് കാണാം. നല്ല രസം. എന്താണെങ്കിലും ഇതെന്നുള്ള കാഴ്ചകൾ താഴേക്ക് നോക്കുമ്പോഴത്തേനും അങ്ങനെ വാലീസ് ഇങ്ങനെ കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്വീൻസ് തടാകം കാണാൻ പറ്റും. അതുപോലെ പക്ഷെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്തോറും നമുക്ക് തണുപ്പ് കൂടി വരും. അങ്ങനെ ക്വീൻസ് റോത്തോൺ എന്ന് പറയുന്ന അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അത് 2 സ്റ്റോപ്പുള്ള സെക്കൻഡ് സ്റ്റോപ്പ്. നമ്മളവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസും പിന്നെ വലിയൊരു റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് ഈ തണുപ്പല്ലേ, നമ്മൾ ചെന്ന ഉടനെ നമുക്ക് അവിടെ ചെന്ന് ചൂടോടെ എന്തെങ്കിലും കഴിച്ച് പിന്നെ അവിടെ കുറച്ച് കറങ്ങി നടക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആ മുകളിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ ഭയങ്കര തണുപ്പും പെട്ടെന്നൊരു മഞ്ഞ് വീഴ്ചയൊക്കെ ആയതുകൊണ്ട് നമ്മൾ മക്കളെ കൊണ്ട് അങ്ങനെ അധികം കറങ്ങാനൊന്നും പോയില്ല. ഞങ്ങൾ ജസ്റ്റ് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉടനെ തന്നെ അടുത്ത തിരിച്ചുള്ള വാനിന് കയറി നമ്മളിലേക്ക് പോന്നു. പോകുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ മഴ പെയ്തായിരുന്നു. എങ്കിലും നമ്മൾക്ക് കിട്ടുന്ന കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമാണ്. ഇങ്ങനെ ഈ പശുക്കളൊക്കെ അതിൽ ഇങ്ങനെ മേഞ്ഞ് നടക്കുവാണ്. അവരുടെ കഴുത്തിലൊരു വലിയ മണി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത ഈ പശുക്കളുടെയൊക്കെ അടുത്ത് വരുമ്പോഴത്തേനും ഈ മണിയുടെ സൗണ്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ സുവനീർസ് വിൽക്കുന്ന കടകളിലെല്ലാം പല വലിപ്പത്തിലുള്ള മണികളുണ്ട് കേട്ടോ. പശുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടാവാം ഒരു പ്രത്യേക മെമ്മറി. ഞങ്ങളും മേടിച്ചു വരുന്ന വലിയ മണി. അങ്ങനെ ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. പിള്ളേരൊക്കെ ഹാപ്പിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പോരാനായിട്ട്.
സ്വിസ്സിലെ ഇന്നത്തെ ഞങ്ങളുടെ പ്രധാന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടൂൺ നദിയിൽ കൂടിയുള്ള അല്ലെങ്കിൽ ടൂൺ തടാകത്തിൽ കൂടിയുള്ള ഒരു ഷിപ്പ് യാത്രയാണ്. അതിനും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യണമായിരുന്നു. ഇത് നമുക്ക് സ്വിസ് ഹാഫ് ഫെയറിൻ്റെ ബെനിഫിറ്റ്സുകൾ ഇവിടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ആ സ്വിസ് ഹാഫ് ഫെയർ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് പ്രൈസ് മതി. അതെല്ലാം നമ്മൾ ശരിക്കുള്ള സ്വിസ് ടിക്കറ്റ് സ്വിസ് പാസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ ചാർജ് ആണ് ആകുന്നത്. പക്ഷേ നമുക്ക് ചില ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. ഈ ടൂൺ നദിയിലൂടെയുള്ള യാത്ര PLS ഷിപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. രാവിലെ തന്നെ നമുക്ക് അതിൽ നിന്ന് അവിടെ നമ്മൾ അതിനൊരു പ്രത്യേക പോയിന്റ് ഉണ്ട്. ബ്രീൻസിൻ്റെ രണ്ട് ബോട്ട് യാത്രകളുണ്ട്. ബ്രീൻസ് തടാകത്തിൽ കൂടിയും അതുപോലെ തന്നെ ടൂണിൽ കൂടിയുള്ളതും. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് ടൂണിലാണ്. ടൂണിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാട്ടർ ഒരു ഡീപ്പ് ബ്ലൂ കളറിലുള്ള വാട്ടർ കളറാണ് ഇവിടെ ഉള്ളത്. അത്രയ്ക്ക് കളറില്ല, ഒരു ബ്ലൂ ഷെയ്ഡാണ്. പക്ഷേ നമ്മൾ ബ്രീൻസിലേക്ക് എത്തിച്ചേരുവാണെന്നുണ്ടെങ്കിൽ ബ്രീൻസിലത് നല്ല റസ്റ്റിസ് കളറാണ് ഇതിൻ്റെ വാട്ടർ കളറ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരും സമയത്ത് തന്നെ എത്തിച്ചേരാനും സിന്ധുവും മണിച്ചേട്ടനും മക്കൾസും ഒക്കെ. അതുകൊണ്ട് പിള്ളേരൊന്നും ഭയങ്കര ഹാപ്പി അവരും ഇതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഷിപ്പ് പാട്ട് ആരംഭിച്ചു. നല്ല രസമാണ് ഈ വെള്ളത്തിലുള്ള യാത്ര. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഏകദേശം 20 സ്റ്റോപ്സാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഒരു മടുക്കുന്ന പോലത്തെ ഫീലിങ്സ് ആണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത് ഒരു സൈഡിലേക്ക് തന്നെയുള്ള യാത്ര 2 hours ആണ്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ വേറെ ഷിപ്പ് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ അതിൽ നിന്ന് കയറിയിട്ട് നമുക്ക് തിരിച്ചു പോരായിരുന്നു. ഞങ്ങൾ അന്നേരം ഓർത്ത് ഇതിൻ്റെ നമ്മൾ പുള്ളി യാത്രകളൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടും പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി, അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. നമ്മളും കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നു.
അടുത്തതായി ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ലൗട്ടർ ബ്രുണ്ണൻ എന്നറിയപ്പെടുന്ന ഒരു അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ ഇവിടെയുണ്ട്. ഇതും ഒരു മലയോര പ്രദേശമാണ്. അപ്പം ഇവിടെ ഒത്തിരി മലകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. അതിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഏറ്റവും പ്രശസ്തമായ സ്റ്റൗബാഹ് ഫോൾ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. ഇത് ഏകദേശം 297 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പം നമുക്ക് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ പോയി പാർക്ക് ചെയ്തിട്ട് ഒരു നല്ല ഗ്രാമമാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് നേരെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്കാണ്. ഇത് താഴോട്ട് ഒഴുകി എത്തുന്ന ഈ വെള്ളം ഒഴുകി അരുവിയായി തീർന്ന് ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ നടുഭാഗത്തായിട്ട് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വേനൽക്കാലത്ത് ഇവർ പ്രത്യേകമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗ്യാലറി ഉണ്ട്. അതിൽ കൂടി നമ്മളിങ്ങനെ കയറി കുറേ നടന്ന് മുകളിലോട്ട് ചെന്ന് ആ പ്രത്യേക ഗ്യാലറിയുടെ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കാൻ പറ്റും. അപ്പം നമ്മൾ വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നതും അപ്പം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പിന്നിൽ നിന്നുള്ള ഒരു വ്യൂ വളരെ മനോഹരമാണ്. അതായത് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ ഗ്രാമത്തിൻ്റെ ഭംഗി മുഴുവനും നമുക്ക് അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഫ്രീ എൻട്രിയാണ്. അതായത് മോർണിംഗിൽ ഒരു 8 മണി മുതൽ ഈവനിങ് ഒരു 8 o'clock വരെ, അതും സമ്മർ സമയങ്ങളിൽ ഇത് ഓപ്പണാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് തിരിച്ചു വരാൻ പറ്റും. നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങി അതിൻ്റെ തൊട്ട് താഴെ കൂടി നമുക്ക് നടന്ന് അവിടെ എല്ലാം കാണാനുള്ള ഒരു പ്രത്യേക സൗകര്യമുണ്ട്. നമ്മളതിലെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ ഈ ഒഴുകിയെത്തുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ചെറിയ അരുവിയായിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടിയെല്ലാം നമുക്ക് നടന്ന് കാണാനുള്ള ഒത്തിരി കാഴ്ചകളുണ്ട്. നമ്മൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് അതിലേക്ക് ഇറങ്ങി നടന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് തിരിച്ചു പോകുന്നു. ലൗട്ടർ ബ്രുണ്ണനിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ പോയത് അതുപോലെ തന്നെ മനോഹരമായ വേറൊരു ഗ്രാമമാണ്. ഗ്രിൻഡൽവാൾഡ് എന്ന് പറയും. അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര സുന്ദരമായ താഴ്വരകളും കൊച്ചു വീടുകളും ഒക്കെയുള്ള ഒരു ഗ്രാമം. നമ്മളവിടെ കൂടുതൽ ഇറങ്ങി കാഴ്ചകളൊന്നും കണ്ടില്ല. പകരം നമ്മൾ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിലേക്ക് ഒന്ന് കറങ്ങി കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് തിരിച്ചു പോരുകയോ ചെയ്തേ. പക്ഷേ അവിടെയും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഹൈക്കിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ മൗണ്ട് ടിറ്റ്ലിസ് പോലെ തന്നെ ഉള്ള വേറൊരു യുങ് ഫോർ ഹോഹ് എന്ന് പറയുന്ന വേറൊരു ആൽപ്സിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ഒരു കേബിൾ കാർ സർവീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു വട്ടം മറ്റേ മൗണ്ട് ടിറ്റ്ലിസ് പോയത് കൊണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ ആ ഭാഗത്തോട്ട് പോയില്ല. പകരം നമ്മൾ വില്ലേജുകളൊക്കെ കണ്ട് കറങ്ങി അങ്ങനെ കുറേ റൗണ്ടൊക്കെ അടിച്ച് ഇങ്ങനെ തിരിച്ചു പോരുക ചെയ്തേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾ 3-4 ദിവസങ്ങൾ കൊണ്ട് കണ്ട കാഴ്ചകളുടെ ഒരു ചെറിയ രൂപം. ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. എങ്കിലല്ലേ നമ്മൾക്ക് വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. എന്താണേലും സ്വിറ്റ്സർലൻഡ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളുടെ ഒരു സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് പുതിയ രാജ്യത്തിൽ പോയി വീഡിയോകളുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി.